നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ വിളിക്കാം. കാര്യങ്ങൾ അറിയാനായി അമ്മ വിളിക്കായിരുന്നു. അമ്മയും പേടിച്ചിരിക്കല്ലേ? ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അവിടെ, അതിന്റെ പേടിയാ. അമ്മയും മഴമോളും അകത്തേക്ക് കയറി മാസ്റ്ററെ കണ്ടെന്ന് തോന്നുന്നു. ദേ അവരകത്ത് നിൽക്കുക. വന്നല്ലോ. സിസ്റ്ററെ, ഞങ്ങൾക്ക് കൂടി കയറി മാസ്റ്ററെ ഒന്ന് കാണാൻ പറ്റുമോ? ഈ അമ്മ ഡോക്ടറോട് യാചിച്ചു ചോദിച്ചോണ്ടാ ഒരാളെങ്കിലും അനുവദിച്ചത്. എന്നിട്ട് ഈ മോളെയും കയറ്റി. സോറി മാഡം, ഇനി പറ്റില്ല. അമ്മ എന്തിനാ കരയുന്നേ? മാസ്റ്റർ കിടക്കുന്നാണ്ടാ. ആർക്ക് സങ്കടം വരുമോ മൂട്ടി? അകത്ത് കിടക്കുന്ന മോനാണെന്നാ ചെറിയച്ചമ്മ ഡോക്ടറോട് പറഞ്ഞത്. മോനോ? അതെങ്ങനെ? എന്റെ അമ്മൂട്ടി അങ്ങനെ കള്ളം പറഞ്ഞാലല്ലേ ഞങ്ങൾ അകത്തേക്ക് വിടുള്ളൂ. എന്തായാലും ആരെങ്കിലും ഒന്ന് കയറി കണ്ടല്ലോ, അത് മതി. അല്ല സുന്ദരി, കൃഷ്ണമാമ എന്ത് പറഞ്ഞു? കൃഷ്ണമാമയ്ക്ക് നാളെ രാവിലെ തന്നെ എന്തോ പണിയുണ്ട്. എന്തായാലും രാത്രി ഇവിടെ വന്ന് നിൽക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻ ഇങ്ങോട്ട് വരുമോ? കൃഷ്ണമാമ വരും. ഇപ്പൊ വന്ന ഉടനെ നമുക്ക് ഇറങ്ങാം. രാത്രിയിലത്തെ കാര്യം കൃഷ്ണമാമ നോക്കിക്കോളും. എങ്കിൽ എല്ലാവരും വാ, നമുക്കൊരു ചായ കുടിക്കാം. എനിക്ക് വേണ്ട, നിങ്ങൾ പോയിട്ട് വാ. വാ ചെറിയച്ചമ്മ. വേണ്ട മോളെ, വേണ്ടാത്തോണ്ടാ. നിങ്ങൾ പോയിട്ട് വാ. വാ മഴമോളെ, നമുക്ക് പോയിട്ട് വരാം. അച്ഛൻ പോയിട്ട് മണിക്കൂറൊന്നും ആയല്ലോ, എന്നിട്ടും അമ്മൂമ്മയെ സുന്ദര ചേച്ചിയും കാണുന്നുമില്ല. ആ മാസ്റ്റർ ICUലാണെന്നല്ലേ പറഞ്ഞത്. ചിലപ്പോ സീരിയസ് ആയിരിക്കും. പെട്ടെന്ന് കൃഷ്ണനെ ഏൽപ്പിച്ചിട്ട് പോവാൻ പറ്റുമോ? മഴമോളും ആദ്യമോളും അവിടെ ഉള്ളതല്ലേ. കൊച്ചുങ്ങളെയും വെച്ചോണ്ട് രാത്രി അവിടെ എങ്ങനെയാ നിൽക്കുന്നേ? ശരത്തിനാണെങ്കിൽ വീട്ടിലെ അമ്മ ഒറ്റയ്ക്കും. ഇതിപ്പോ ഇത്ര വലിയ ഉത്തരവാദിത്തം കാണിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഒരാൾക്കൊരു അപകടം പറ്റി, അയാൾ ആശുപത്രിയിൽ എത്തിച്ചു, കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ അവിടെ ഇങ്ങനെ കാവലിൽ നിൽക്കുന്നേ? എടി മോളെ, അയാൾക്ക് ആരുമില്ലെന്നല്ലേ സുന്ദരി പറഞ്ഞത്. ആ ബെസ്റ്റ്. ആരുമില്ലാത്തവർക്ക് കൂട്ടിരിക്കാൻ പോലെ പിന്നെ അതിനെ സമയം കാണുള്ളൂ. അതെനിക്ക് വിശക്കുന്നുണ്ട്. നീ ആ വിനീത് വരുന്നവരെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കുവണ്ണേ. ആ മര്യാദെങ്കിലും ഒന്ന് കാണിക്കേ. ആ, അവര് വന്നെന്ന് തോന്നുന്നു. മാസ്റ്ററിന് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ICU തന്നെയാ. നിന്റെ കൃഷ്ണമാമ അവിടെ എത്തിയായിരുന്നോ? അപ്പൂപ്പൻ വന്നല്ലോ. ഞങ്ങൾ അപ്പൂപ്പനെ അവിടെ ഒരു ബെഞ്ചിൽ ഇരുത്തിയിട്ടാ വന്നത്. എങ്കിൽ പിന്നെ നാളെ നിങ്ങൾ ചെല്ലുന്നത് വരെ അവിടുന്ന് എഴുന്നേറ്റ് പോരുന്നെന്ന് കൂടി പറയാമായിരുന്നില്ലേ? അതും പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്തിനാ ഇങ്ങനെ കുത്തി വെറുപ്പിച്ച് നിൽക്കുന്നേ? ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ചേച്ചിയുടെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ ഇത്രയും നേരം ആശുപത്രിയിൽ പോസ്റ്റ് ആവുമെന്ന് വിചാരിച്ച ആളില്ല. ഷേടാ, അതിന് എന്നെന്തിനാ നോക്കി പേടിപ്പിക്കുന്നേ? ഞാനും ചെറിയച്ചമ്മ അകത്ത് കയറി മാസ്റ്ററിനെ കണ്ടല്ലോ. ആഹാ, അതുകൊള്ളാലോ. പാവ മാസ്റ്റർ അനങ്ങാതെ കിടന്ന് ഉറങ്ങും അകത്ത്. അതെ, ആശുപത്രിയിലൊക്കെ പോയതാ. പോയി കൈയും മുഖവും ഒക്കെ കഴുകിയിട്ട് വാ, വല്ലതും കഴിക്കാം. വാ മോളെ, ഒന്ന് മേല് കഴുകിയിട്ട് വല്ലതും കഴിക്കാം. അമ്മ ദേഹം കഴുകിയിട്ടേ കഴിക്കുന്നുള്ളോ അതോ ഇപ്പൊ കഴിക്കുന്നോ? എനിക്കൊന്നും വേണ്ട. അങ്ങനെ ഇങ്ങ് പോയാലോ? എന്താ വേണ്ടാത്തത്? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അമ്മയോട് ആശുപത്രി പോവാൻ? ദേ ശ്രീദേവി, ആവശ്യമില്ലാതെ നീ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട. എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. എന്താ അമ്മമ്മ ഇത്? അമ്മമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? കുറച്ചു ദിവസമായിട്ട് ലക്ഷ്മി ഇങ്ങനെ അടി മോളെ. എല്ലാവരോടും ദേഷ്യ ലക്ഷ്മിക്ക്. എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല. എന്റെ ദുഃഖങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അമ്മമ്മയുടെ ദുഃഖം എന്താന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന അതോർത്ത് വിഷമിക്കാനേ സമയം കാണുള്ളൂ. മാലിനി പറഞ്ഞതാ കറക്റ്റ്.
മരിച്ചുപോയവരെ ഓർത്ത് ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർ സങ്കടപ്പെടാൻ തുടങ്ങിയ ഈ ഭൂമിയിൽ ആർക്ക് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ ഒരു മരണമെങ്കിലും ഉണ്ടാവാത്ത ആരെങ്കിലും കാണുമോ ഈ ലോകത്ത്? നോക്കമ്മ, ഇത് ഭയങ്കര ബോറാ. എല്ലാവർക്കും വിഷമമുണ്ടെന്ന് കരുതി അത് മറ്റുള്ളവർക്ക് മുമ്പിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. കാർത്തിക് മരിച്ചു, അതൊരു സത്യമാണ്. അവൻ മരിച്ചു മേലിൽ പറഞ്ഞു പോകരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. കാർത്തിക് മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. എന്റെ മോനെ ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടതാ. ജീവിച്ചിരിക്കുന്ന ഒരാളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊലയ്ക്ക് കൊടുക്കരുത്. എന്റെ പ്രാർത്ഥനയുടെ ഫലവാ അവനെ എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. ആരെയും ബോധ്യപ്പെടുത്താനൊന്നും ഞാൻ വരുന്നില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ഒരു സത്യവാ, അതെനിക്കറിയാം. ആ എന്റെ മുന്നിൽ വന്നു നിന്ന് ദയവ് ചെയ്ത് അവന്റെ മരണത്തെക്കുറിച്ച് ഇനി പറഞ്ഞേക്കരുത്. ഇതെല്ലാരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ചെറിയച്ചമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുകയും കരയൊക്കെ ചെയ്യുന്നേ? അറിയില്ല മോളെ. മോള് വാ, നമുക്ക് പോയി മേലെ എഴുതിയിട്ട് വരാം. നിങ്ങൾക്ക് നമ്മുടെ മോനോട് ഒരുപാട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അവൻ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുമുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മൾ തന്നെയല്ലേ തന്നിഷ്ടക്കാരനായി അവനെ വളർത്തിയത്. ഒന്നാലോചിച്ചാല് എന്ത് തെറ്റാ അവൻ ചെയ്തത്? അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. നമ്മൾ തെരഞ്ഞെടുത്ത പെണ്ണിന്റെ കൂടെ അവൻ ജീവിക്കണമെന്ന് നമ്മളും വാശി പിടിച്ചു. ഇപ്പൊ ആർക്കും ആരും ഇല്ലാണ്ടായി. മരിച്ചുപോയെന്ന് അവനെ കുറിച്ച് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന്റെ ചിത്രത്തിന് മുൻപില് വിളക്ക് കൊളുത്തുമ്പോഴും ശ്രീദേവിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണ്ട മോളെന്ന്. എന്റെ മോൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന്. അവൻ തിരിച്ചു വന്നു മാധവേട്ട. പക്ഷേ ഇന്ന് അവനൊരു ആപത്ത് പറ്റി. അവന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തത്. മോൾക്ക് പകരം അപകടം പറ്റിയത് അവന്. നമ്മുടെ മോന് പൈസ കിടക്കുക.